ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ടൈമിനായിട്ട് ഒന്നുകിൽ സൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള രൂപമാണ് x = a sin ωt plus or minus theta. ആരാണ് ക്യാപിറ്റൽ എ? ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ എ ഈസ് ആംപ്ലിറ്റ്യൂഡ്. എന്താ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. അത് യൂണിറ്റ് മീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ സിസ്റ്റത്തിലാണെങ്കിൽ സെന്റിമീറ്റർ. ഒമേഗ ആരാണെന്ന് പറഞ്ഞു, ഈ ഇക്വേഷൻസിലൊക്കെ ഒമേഗനെ കുറിച്ച് പറഞ്ഞു. ദാറ്റ് ഈസ് ഒമേഗ ഈസ് ആംഗുലാർ ഫ്രീക്വൻസി, ടി ഈസ് ടൈം ആൻഡ് തീറ്റ ഈസ്, തീറ്റയെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ ഫേസ്. അപ്പൊ ഈ വാക്ക് ഓർമ്മിക്കാം. എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്, തീറ്റ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫേസ്. അപ്പൊ ടി സമയത്ത് മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് എഴുതിയത്. അതിൽ തീറ്റ ഈസ് ഇനീഷ്യൽ ഫേസ് ആണ്. ഒമേഗ ആ ഓസിലേഷന്റെ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ഒന്നുകൂടി പറയാം, ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്തിരുന്നില്ല, ഇപ്പോഴാണ് റെക്കോർഡിംഗ് ഓൺ ചെയ്തത്. ക്ലാസ് ഇല്ലാത്ത ആൾക്കാർ പിന്നീട് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാൻ. എവിടെയാണോ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആകുന്നത്, ഒപ്പോസിറ്റ് ഡയറക്ഷനിലാകുന്നത്, ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ ആകുന്നത്, അതായത് F is proportional to -x, that is simple harmonic motion. So F is equal to -kx, where k is called force constant. SI unit is Newton per meter and dimension formula is m t raised to -2. So if m is mass of the oscillator and a is its acceleration, then F is equal to ma. Therefore ma is equal to -kx. So acceleration is equal to -k by m into x, where k is constant and m is also mass of the body is also constant. So a is proportional to -x. അപ്പൊ എവിടെയാണോ acceleration of a body ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആവുകയും അതിന് ഒപ്പോസിറ്റ് ആവുകയും ചെയ്യുന്നത്, അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ ഈ രണ്ട് വാചകങ്ങളും നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ എ ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ്, ഈ k by m ഒന്നിച്ച് നമ്മൾ ഒമേഗ സ്ക്വയർ എന്ന് വിളിച്ചു. സോ എ ഇസ് ഈക്വൽ ടു -ω²x, വേർ ഒമേഗ എന്ന് പറയുന്ന ആളാണ് ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതിനെയാണ് നമ്മൾ ഇവിടുന്ന് കണ്ടത്. ω² k by m എഴുതി, ω√k by m എഴുതി, 2π by പീരിയോഡ് √k by m എന്ന് എഴുതി. കാരണം ω 2π by പീരിയോഡ് ആണ്. പീരിയോഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. സോ പീരിയോഡ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ തിരിച്ചെഴുതിയപ്പോൾ 2π√m/k ആയി. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി പീരിയോഡിന്റെ റെസിപ്രോക്കൽ ആണ് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. സോ ന്യൂ ഇസ് ഈക്വൽ ടു 1/2π√k by m. അപ്പൊ ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. എന്താണെന്ന് ചോദിച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. അതേപോലെ തന്നെ തീറ്റ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസും ആണ്. അപ്പൊ ആ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് രൂപം ഓർമ്മിക്കുക. അത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ഒക്കെ ചെയ്യാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇന്നത്തെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ, എളുപ്പമാണ്. ആ ചോദ്യതാണ്, ശ്രദ്ധിക്കുക. The displacement of a particle undergoing SHM, simple harmonic oscillator displacement at any time t is given by 5 x is equal to 5 sin 2π by 3t. ഇങ്ങനെയാണ് തന്നിരുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട് ആദ്യം നിങ്ങളോട് ചോദിക്കാം, ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. x is equal to 5 sin 2π by 3t. ആദ്യത്തെ ചോദ്യം, what is its amplitude, what is its period, what is its frequency? 4 കാര്യങ്ങൾ. what is its initial phase? അയാളുടെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, പീരിയോഡ് എത്രയാണ്, ഫ്രീക്വൻസി എത്രയാണ്, ഇനീഷ്യൽ ഫേസ് എന്താണ്? നിങ്ങൾക്ക് ഇക്വേഷൻ വേഗം കമ്പയർ ചെയ്യാം. x is equal to a sin ωt plus or minus theta. ഓക്കെ, ഇത് തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്. ഈ യൂണിറ്റ് SI സിസ്റ്റത്തിലല്ല, സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. x തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്. ഓക്കെ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതിൽ നിന്ന് നോക്കുക, കമ്പയർ ചെയ്യുക. എക്സിന്റെ സ്ഥാനത്ത് x ഉണ്ട്, എന്റെ സ്ഥാനത്ത് ഇവിടെ വന്നത് സൈനിന്റെ മുമ്പ് കിടക്കുന്ന ആളാണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ആരാണ് എന്റെ സ്ഥാനത്ത് ഇവിടെ വന്നത് 5 ആണ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് a is equal to 5. യൂണിറ്റ് നോക്കുക, സെന്റിമീറ്റർ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. യൂണിറ്റ് സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ. ഇവിടെ സെന്റിമീറ്റർ തന്നുകൊണ്ട് സെന്റിമീറ്റർ എഴുതാണ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് 5 സെന്റിമീറ്റർ ആണ് ഓസിലേറ്ററിന്റെ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഇറ്റ്സ്
പീരിയോഡ്, ഫ്രീക്വൻസി ആൻഡ് ഇനീഷ്യൽ ഫേസ്. പീരിയോഡ് കാണാൻ ഇവിടെ നോക്കുക, സൈനിന്റെ ഒപ്പം കിടക്കുന്ന ആള് ഒമേഗ ടി ആണ്. ആ ടീന്റെ ഒപ്പം കിടക്കുന്ന ആളാണ് ഒമേഗ, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ടീന്റെ കോഎഫിഷ്യന്റ് ആണ് ഒമേഗ. ഇവിടെ ടീന്റെ ഒപ്പം കിടക്കുന്ന ആളാണ് 2π/3. അപ്പൊ നിങ്ങൾക്ക് വേഗം എഴുതാം, ആംഗുലാർ ഫ്രീക്വൻസിയുടെ സ്ഥാനത്ത് കമ്പയർ ചെയ്യുമ്പോൾ 2π/3 ആണ്. മനസ്സിലാവുണ്ടല്ലോ അല്ലെ? 2π/3. ആരാണ് ഒമേഗ? നിങ്ങൾക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2π പീരിയോഡ് ആണ് ഒമേഗ. സോ 2π/t is equal to 2π/3 എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ആരെയാണ് വേണ്ടത്? ടീനെ വേണ്ടത്. ബട്ട് 2π ആണ് വെട്ടിപ്പോകും. സോ t is equal to 3 സെക്കൻഡ്. ഇവിടെയൊക്കെ സമയം സെക്കൻഡിൽ തന്നെയാണ് പറയാ. സോ പീരിയോഡ് is equal to t is equal to 3 സെക്കൻഡ്. എന്താണ് പീരിയോഡ്? 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഫുൾ ഓസിലേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 3 സെക്കൻഡ്. അപ്പൊ പീരിയോഡ് കിട്ടി 3 സെക്കൻഡ്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി is 1 പീരിയോഡ് അല്ലെ? സോ 1/3 ഹെർട്സ്. ഫ്രീക്വൻസി യൂണിറ്റ് എന്താ? സെക്കൻഡ് റേസ് ടു -1 എഴുതാം, അല്ലെങ്കിൽ ഹെർട്സ് എഴുതാം. അപ്പൊ ഫ്രീക്വൻസി 1/3 ഹെർട്സ് ആണ്. ഇനി അടുത്ത വെക്കുന്ന ഇനീഷ്യൽ ഫേസ്. ഇനീഷ്യൽ ഫേസിന്റെ സ്ഥാനത്ത് എത്രയാ? ഈ തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും? ഒമേഗ ടി മാത്രമേ ഉള്ളൂ, +or-0. സോ ഇനീഷ്യൽ ഫേസ് ഈസ് 0. അപ്പൊ നിങ്ങൾക്ക് ആംപ്ലിറ്റ്യൂഡ് മനസ്സിലായി, പീരിയോഡ് മനസ്സിലായി, ഫ്രീക്വൻസി മനസ്സിലായി, ഇനീഷ്യൽ ഫേസ് മനസ്സിലായി. ഇങ്ങനെ ഒരു പ്രോബ്ലം ഏത് ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഇവിടെ +π/4 എന്നൊക്കെ തന്നാലെങ്കിലോ? അപ്പൊ തീറ്റയുടെ സ്ഥാനത്ത് π/4 നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇങ്ങനെയാണ് തന്നതെങ്കിൽ, ഇങ്ങനെ വന്നാൽ തീറ്റയുടെ സ്ഥാനത്ത് π/4, ഒമേഗയുടെ സ്ഥാനത്ത് 2π/3, അതിൽ നിന്ന് പീരിയോഡ് ഫ്രീക്വൻസി കണ്ടു, തീറ്റ ഇനീഷ്യൽ ഫേസ് ഈസ് π/4 എന്ന് എഴുതാം. ഞാൻ ഇപ്പൊ തന്ന പ്രോബ്ലത്തിൽ അത് എഴുതിയില്ല എന്ന് മാത്രം. ഇനി അതിന്റെ ഒപ്പം ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ചോദ്യതാണ്, ശ്രദ്ധിക്കുക. ഇപ്പൊ തീറ്റ 0 ഇനീഷ്യൽ ഫേസ് 0. മീൻ പൊസിഷനിൽ നിന്ന് 2.5 സെന്റിമീറ്റർ പൊസിഷനിലേക്ക് തുടങ്ങി 2.5 സെന്റിമീറ്റർ അപ്പുറത്തേക്ക് പോകാൻ എത്ര സമയം എടുക്കും? അതായത് നിങ്ങൾ ചിത്രം മനസ്സിൽ വിചാരിക്കുക. ഇതാണ് മീൻ പൊസിഷൻ. ഇവിടെയാണ് അയാളുടെ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ. ഓക്കെ, +5 എന്ന് പറയാം. ദിസ് ഈസ് -5 സെന്റിമീറ്റർ നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ്. ചോദ്യമാണ്, മീൻ പൊസിഷനിൽ നിന്ന് പോയിട്ട് ഇതിന്റെ നടു, അതായത് 2.5 സെന്റിമീറ്റർ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെയുള്ള -2.5 സെന്റിമീറ്ററിലേക്ക് പോകാൻ എത്ര സമയം എടുക്കും? 2.5 സെന്റിമീറ്ററിന് തുടങ്ങി -2.5 സെന്റിമീറ്ററിലേക്ക് വന്ന് തിരിച്ച് 2.5 സെന്റിമീറ്ററിലേക്ക് പോകാനാണ് പീരിയോഡ്. ചോദ്യം ഇതല്ല, 2.5 സെന്റിമീറ്ററിന് -2.5 സെന്റിമീറ്ററിലേക്ക് എത്ര സമയം എടുക്കുന്ന ചോദ്യം, പബ്ലിക് എക്സാമിനേഷന് ചോദിച്ച ചോദ്യം. അപ്പൊ ആദ്യം നിങ്ങൾ കാണേണ്ടത് 0 നിന്ന് മെയിൻ പൊസിഷനിൽ 2.5ലേക്ക് എത്ര സമയം എടുക്കും? ഇവിടെ നോക്കുക, ഈ എക്സ് അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 0 നിന്ന് 2.5ലേക്ക് പോയാൽ x is equal to 2.5. സോ ഞാൻ എക്സിന് 2.5 കൊടുക്കാൻ പോവാണ് സെന്റിമീറ്റർ. സോ 2.5 equal to 5 sin 2π/3t. ഓക്കെ, 2.5 ഇങ്ങോട്ട് വെട്ടിക്കളഞ്ഞാൽ സോ ഹാഫ് is equal to sin 2π/3t. ഓക്കെ, 2.5/5 is 1/2. So 1/2 is equal to sin 2π/3t. നമ്മളോട് ചോദ്യം അതാ, ഈ t എത്ര സമയം എടുക്കുന്ന ചോദ്യം. എന്തിനുള്ള ചോദ്യം? 2.5 നിന്ന് -2.5 വരെ ദൂരാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത് മീൻ പൊസിഷനിൽ നിന്ന് 2.5ലേക്ക് പോകാൻ എടുക്കുന്ന ദൂരം, അല്ലെങ്കിൽ 2.5 നിന്ന് 0ലേക്ക് പോകാൻ എടുക്കുന്ന സമയമാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. ആ t കണ്ടുപിടിക്കാൻ ഈക്വേഷനിലെത്തി. സോ സൈൻ എത്രയാണ്? 1/2. we know sin 30 is equal to 1/2 അല്ലെ? sin 30 ആണ് 1/2. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ എടുക്കുന്നത് റേഡിയനിലാണ്. അപ്പൊ 30 എന്ന് എഴുതിയാൽ ഒന്നും ഉത്തരം കിട്ടില്ല. π/6 എന്ന് എഴുതണം. ഓക്കെ, sin π/6 is equal to 1/2. അറിയാം, ഇതായിരിക്കും 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/6 റേഡിയൻ. 180 ഡിഗ്രിനെ 6 കൊണ്ട് അടിക്കുക. π എന്ന് പറഞ്ഞാൽ 180. അപ്പൊ 180/6 ആണ് 30. സോ കമ്പയർ ചെയ്താൽ ഈ π/6ന്റെ സ്ഥാനത്താണ് ആരിവിടെ? 2π/3t. മനസ്സിലാവുണ്ടോ? സൈൻ π/6 ആണ് ഹാഫ്. അപ്പൊ sin π/6 is equal to sin 2π/3t. സോ π/6ന്റെ സ്ഥാനത്ത് 2π/3 into t. π വെട്ടിപ്പോയി. ഓക്കെ, സോ t is equal to 6×2=12/3. സോറി, t is equal to 3/12. നിങ്ങളല്ലേ വരിക? That's equal to 1/4. t is equal to 1/4. That's equal to 0.25 seconds. അതായത് ഇതിനെടുക്കുന്ന സമയം എവിടുന്നാണ്? 0 നിന്ന് 2.5ലേക്ക്, അല്ലെങ്കിൽ 2.5 നിന്ന് 0ലേക്ക് എടുക്കുന്ന സമയമാണ് 0.25 സെക്കൻഡ്. നമ്മളെ ചോദ്യം എന്താ? +2.5 നിന്ന് -2.5ലേക്ക് എത്ര സെക്കൻഡ് എടുക്കും?
അപ്പൊ പ്ലസ് 2. ഒരു 0.25 സെക്കൻഡ് തന്നതാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? മെയിൻ പൊസിഷനിൽ നിന്ന് പ്ലസ് 2.5ലേക്കുള്ള സമയമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. 0.25 സെക്കൻഡ്. ഡിസ്പ്ലേസ്മെന്റ് 2.5 സെന്റിമീറ്റർ ആവും. ചോദ്യം 2.5 മൈനസ് 2.5ലേക്ക് എത്ര ദൂരം, എത്ര സമയം എന്നാണ്. അപ്പൊ ഇതിനുള്ള സമയം 0.25 ആണെങ്കിൽ ഇതിനെടുക്കുന്ന സമയം ഒരു 0.25 കൂടി കൂട്ടിയാൽ 0.5 സെക്കൻഡ് ആയിരിക്കും. കണ്ടുപിടിച്ച വഴി ആലോചിക്കുക. എക്സല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് ഈ ഇക്വേഷന് ടൈമിനെ കണ്ടെത്തി. അപ്പൊ അത് പബ്ലിക് എക്സാമിനേഷന് ചോദിച്ച ചോദ്യമാണ്. ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയാൽ, ഒന്ന് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാനുള്ള വഴി, രണ്ടാം ഇക്വേഷന് ഒന്നുകിൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറയും, അല്ലെങ്കിൽ ടൈം കാണാൻ പറയും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ട് ടൈം കാണാനാണ് പറഞ്ഞത്. തിരിച്ച് ടൈം തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് കാണാനും നിങ്ങൾ ചെയ്യാൻ അറിയാം. ജസ്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സൈനിന്റെ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോ ഇതാണ് ആദ്യ ഭാഗം. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള മിനിമം ധാരണ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്? ഒന്ന്, വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? എവിടെയാണ് റീസ്റ്റാറിംഗ് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെന്റ്? ദാറ്റ് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. എവിടെയാണോ ആക്സലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെന്റ്? അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ A is equal to minus k by mx. A is equal to minus omega square x. So omega square is equal to k by m. Omega is equal to root k by m. Period is equal to 2 pi root m by k. Frequency is equal to 1 by 2 pi root k by m. അതിൽ നിന്ന് displacement is represented as either sine function or cosine function or combination of both sine and cosine ആയിട്ടാണ് ടൈമിനായിട്ട് കണക്ട് ചെയ്തതെങ്കിൽ, അതായത് a sin omega t plus or minus theta, a cos omega t plus or minus theta, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ ആണെങ്കിൽ അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഒരു വാചകം പ്രത്യേകം പറയട്ടെ, എല്ലാ ഓസിലേഷൻസും സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എല്ലാ സിമ്പിൾ ഹാർമോണിക് മോഷൻസും ഓസിലേഷൻസ് ആണ്. ശ്രദ്ധിക്കുക, എല്ലാ ഓസിലേഷൻസും നോട്ട് നെസസറിലി ബി സിമ്പിൾ ഹാർമോണിക്. എങ്ങനെയുള്ള ഓസിലേഷൻസ് മാത്രമേ സിമ്പിൾ ഹാർമോണിക് ആവുള്ളൂ? എവിടെയൊക്കെയാണ്? ഇപ്പോ നിങ്ങളോട് അവിടെ NCERT ചോദിക്കുന്ന ചോദ്യം ഇതാണ്. A is equal to minus 10x, A is equal to 10x square, A is equal to minus 10x square, A is equal to 10x. ഈ 4 ഇക്വേഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ A പ്രൊപ്പോർഷണൽ ടു x ആവണം, ഒപ്പോസിറ്റ് സൈൻ ആവണം. ഇതാണ് ശരി. ഇവിടെ A പ്രൊപ്പോർഷണൽ ടു x സ്ക്വയർ ആണ്, തെറ്റാണ്. A is പ്രൊപ്പോർഷണൽ ടു x സ്ക്വയർ ആണ്, തെറ്റാണ്. A is പ്രൊപ്പോർഷണൽ ടു x ആണ്, പക്ഷെ നെഗറ്റീവ് സൈൻ ഇല്ല, തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് A ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവണം ഡിസ്പ്ലേസ്മെന്റിന്റെ ഒപ്പം ഡിസ്പ്ലേസ്മെന്റ് x ആയിട്ട് തന്നെ കിടക്കണം, x സ്ക്വയർ ആയിട്ട് കിടക്കരുത്. അപ്പൊ ഈ ഇക്വേഷൻ ആണ് സിമ്പിൾ ഹാർമോണിക് മോഷനെ കാണിക്കുന്നത്. ഇതൊന്നും സിമ്പിൾ ഹാർമോണിക് മോഷനെ കാണിക്കുന്നില്ല. ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പല സമയത്ത് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് x ആയിക്കോട്ടെ y ആയിക്കോട്ടെ അത് അവിടെ കിടക്കണം, സ്ക്വയർ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ക്യൂബ് ഉണ്ടാവാൻ പാടില്ല, ഒപ്പം ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റിനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊന്നും സിമ്പിൾ ഹാർമോണിക് അല്ല, ഇത് സിമ്പിൾ ഹാർമോണിക് ആണ്. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ പെൻഡുലത്തിലേക്ക് വരാം. essay ആണ്, 5 മാർക്കാണ്. വരച്ച് പഠിക്കുന്നത് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് സിമ്പിൾ പെൻഡുലം വരയ്ക്കേണ്ടത്? എന്താണ് സിമ്പിൾ പെൻഡുലം എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഊഞ്ഞാല് ഒരു സിമ്പിൾ പെൻഡുലാണ്, ക്ലോക്കിന്റെ പെൻഡുലം ഒരു സിമ്പിൾ പെൻഡുലാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. വരയ്ക്കുന്നത് ശ്രദ്ധിക്കട്ടോ. ഒരു ഉറപ്പിച്ച സ്ഥലത്ത് നിന്ന് ഒരു നൂലിനെ സസ്പെൻഡ് ചെയ്തു, അതിന്റെ തറ്റത്ത് ഒരു ബോബ് കെട്ടിത്തൂക്കി. ഈ നൂലിന് പ്രത്യേകത ഉണ്ട്, അത് വലിഞ്ഞു മുറുകുന്ന നൂലല്ല, അതായത് എക്സ്റ്റെൻസിബിൾ അല്ല, ഇങ്ങനെ എലാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ വലിഞ്ഞു പോവില്ല. അപ്പൊ ഇൻഎക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രിങ്, വലിച്ചു നീട്ടാൻ പറ്റാത്ത ഒരു സ്ട്രിങ്, അതിന്റെ തറ്റത്ത് ഒരു ബോബ് തൂക്കിട്ടു. ആ ബോബിന്റെ മാസ് m ആണ്. ഈ പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നന്നായി ശ്രദ്ധിക്കണം. ഇനിയുള്ള പറയുന്ന പോയിന്റുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറഞ്ഞാൽ എവിടുന്നാണോ ഇതിനെ സസ്പെൻഡ് ചെയ്തത്, എവിടുന്നാണോ തൂക്കിയിട്ടത്, അവിടുന്ന് ബോബിന്റെ സെന്റർ ഓഫ് മാസ് വരെ. സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ആ ബോബിന്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാവുന്ന പോയിന്റ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്പെറിക്കൽ ബോബ് ആണെങ്കിൽ അതിനുള്ളിലുള്ള സെന്റർ തന്നെയായിരിക്കും സെന്റർ ഓഫ് മാസ്. അപ്പോ ആ സെന്റർ ഓഫ് മാസിലേക്കുള്ള ദൂരമാണ് ലെങ്ത് ഓഫ് ദ പെൻഡുലം. ഓക്കെ, ഇതിന്റെ സെന്റർ, അല്ലാണ്ട് മോൾ ഭാഗം വരെയുള്ള ദൂരമല്ല, താഴെ ഭാഗം വരെയുള്ള ദൂരമല്ല, ബോബിന്റെ സെന്റർ ഓഫ് മാസ് വരെയുള്ള ദൂരമാണ് ലെങ്ത് ഓഫ് ദ പെൻഡുലം. അപ്പൊ m മാസ് ഉള്ള ഒരു ബോബ് L ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് ഉപയോഗിച്ചുകൊണ്ട്
തൂക്കിയിട്ടിരിക്കുന്നു. ദാറ്റ് ഈസ് സിമ്പിൾ പെൻഡുലം. ഇപ്പൊ ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്തൊക്കെയായിരിക്കും നന്നായി ശ്രദ്ധിക്കാം. താഴേക്ക് mg ഡൈവേറ്റ് ഉള്ളത്. ഇനി ഈ കയറ് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കയറിന്റെ മുകളിൽ ടെൻഷൻ ഇതിനെ താങ്ങി നിർത്തുകയാണ്. സോ നോർമൽ റിയാക്ഷന് പകരം വിടാനാണ് ടെൻഷനാണ്. അപ്പൊ ടെൻഷൻ മുകളിലേക്കും നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞ ടെൻഷൻ, ആ കയറിന്റെ ടെൻഷനാണ്. ഇയാളെ ഓസിലേറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുന്ന ടെൻഷൻ. ആ ടെൻഷൻ ബലംപിടുത്തമായി മുകളിലേക്ക് മുറുക്കിയ ഭാഗത്തേക്കും mg താഴേക്കും. ഇവർ രണ്ടാൾക്കാരും ബാലൻസ്ഡ് ആണ്. അപ്പൊ കൺകറന്റ് ഫോഴ്സസ്, രണ്ട് ഫോഴ്സുകൾ അവിടെ മീറ്റ് ചെയ്തു. അതൊക്കെയാണ് mgയും ടെൻഷനും. അവർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുക. അപ്പൊ ഇങ്ങനെ നിൽക്കാലും ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഇവരെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തത്. നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ പിടിച്ചു. നമ്മൾ വലിച്ചാലേ ഇത് അങ്ങോട്ട് പോകുള്ളൂ, സ്വയം അങ്ങോട്ട് കയറി പോയില്ല. അങ്ങനെ ഈ പെൻഡുലത്തിനെ ഞാനൊന്ന് വലിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ അയാളുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ ചിത്രം വരയ്ക്കാനാണ് അറിയേണ്ടത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ടെൻഷൻ ഡൈലേറ്റ് ഉള്ള മുകളിലേക്ക് മുറുക്കിയ ഭാഗത്തേക്ക്. ഇപ്പൊ ഞാനിവിടെ തിരിച്ച് ഈ ആംഗിളിനെ അവിടെ നിന്ന് കാണിക്കുകയാണ് തീറ്റ. എത്രയാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയെന്നുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പൊ ആ ആംഗിള് ആംപ്ലിറ്റ്യൂഡുമായിട്ട് ബന്ധമുണ്ട്. കൂടുതൽ അങ്ങോട്ട് വലിച്ചാൽ ഈ ആംഗിൾ കൂടും. ഈ ദൂരാണ് ആംപ്ലിറ്റ്യൂഡ് അല്ലെ? എത്ര വരെ ഞാൻ അതിനെ കൊണ്ടുപോയി. സോ ദിസ് ഈസ് ആംപ്ലിറ്റ്യൂഡ്. തൽക്കാലം നമുക്ക് എക്സ് എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് എക്സ് എന്ന് എഴുതാം. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയ ദൂരമാണ് എക്സ്. ഇപ്പൊ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൽ ടെൻഷൻ മുറുകിയ ഭാഗത്തേക്ക് കാണിച്ചു. mg നേരെ താഴേക്ക് വരച്ചു അല്ലെ? mg നേരെ പെർപെൻഡിക്കുലർ താഴേക്ക് വരച്ചു. എപ്പോഴും ഭൂമി താഴേക്ക് വെർട്ടിക്കലായിട്ടാണ് വരയ്ക്കുക. ഇപ്പൊ ഇവർ ക്യാൻസൽ ചെയ്ത് പോവോ? ഇവിടെ നേരെ നേരെ ഓപ്പോസിറ്റ് ആയി വന്നു. പക്ഷെ ഇവിടെ ഓപ്പോസിറ്റ് അല്ല. അതുകൊണ്ട് ദേ വിൽ നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. അപ്പൊ നമ്മൾ ഇതിനെ രണ്ട് കമ്പോണൻസ് ആക്കണം. നമുക്കറിയാം ഏതൊരു വെക്ടറിനെയും ഒരു പ്ലെയിനിൽ, ഒരു ബോർഡിൽ നിങ്ങൾക്ക് രണ്ട് റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അപ്പൊ ഞാൻ ആക്കാൻ പോവാണ്. ഈ mg എങ്ങനെ മുറിക്കുന്നത്? ടെൻഷൻ അല്ല കമ്പോണൻസ് ആക്കുന്നത് വെയിറ്റിനെയാണ്. അപ്പൊ ഒന്ന് ടെൻഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഏറോ മാർക്ക്, ഒന്ന് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഏറോ മാർക്ക്. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ രണ്ട് കമ്പോണൻസ് ആയിട്ട് mg നമുക്ക് അപ്പൊ mg ഇടയിൽ വന്നു. ഒന്ന് ടെൻഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, പിന്നെ അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പൊ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണ്. ആർക്കും സംശയം ഉണ്ടാവില്ല. കാരണം അതേ ലൈൻ തന്നെയാണിത്. ഇതിന് പാരലാണ് ഇവിടെ വരച്ചത്. ഈ mgക്ക് പാരലാണിത്. ഫോർ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. ഓക്കെ. അപ്പൊ ഞാൻ mgയുടെ തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ്, നമ്മൾ റെക്ടാങ്കുലർ കമ്പോണൻസിൽ പ്രത്യേകം പറഞ്ഞു, തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് കൊസൈൻ കമ്പോണന്റ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് സൈൻ കമ്പോണന്റ്. അപ്പോ mg cos തീറ്റ ഇങ്ങോട്ട്. ഓക്കെ. ആ mg cos തീറ്റ ടെൻഷനെ ബാലൻസ് ചെയ്യും. അവിടെ ബാലൻസ്ഡ് ആയി. ഇനി അൺബാലൻസ്ഡ് ആയിട്ട് ബാക്കിയുള്ളത് ഒരു ഭാഗമുണ്ട് mg സൈൻ തീറ്റ ഇങ്ങോട്ട്. അപ്പൊ ചിത്രം കംപ്ലീറ്റ് ആയി. mg cos തീറ്റ ടെൻഷനെ ക്യാൻസൽ ചെയ്തു. അപ്പൊ ടെൻഷൻ ഇല്ലാതായിട്ടാ ക്ലാസ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ടെൻഷൻ ഇപ്പോ mg cos തീറ്റ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി ആണുള്ളത് mg സൈൻ തീറ്റ നിങ്ങളെ തിരിച്ചു വരാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. എവിടേക്ക്? നമ്മളെ മെയിൻ പൊസിഷനിലേക്ക്. ഇതാണ് നമ്മളെ മെയിൻ പൊസിഷൻ. മെയിൻ പൊസിഷനിലേക്ക് തിരിച്ചിങ്ങോട്ട് വായോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോഴ്സ് mg സൈൻ തീറ്റയാണ്. ഇത് ചിത്രം വരച്ചു പഠിക്കുക. എങ്ങനെയാണ് ഞാൻ ചെയ്തത്? ആദ്യം ഇവിടെ നിൽക്കുന്ന സമയത്ത് mg താഴേക്ക്, ടെൻഷൻ മുകളിലേക്ക് അവർ ക്യാൻസൽ ചെയ്ത് പോയി. കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ വെച്ചു. ഞാൻ കൈ എടുക്കുകയാണ്. കൈ എടുത്തു കഴിഞ്ഞാൽ കൈ ഞാൻ പിടിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. കാരണം ഞാൻ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുക. കൈ കൊണ്ട് വിട്ടാൽ ആ സമയത്ത് ടെൻഷൻ മുകളിലേക്കും mg ഇങ്ങനെ ഉണ്ടാവും. ഈ mg cos തീറ്റയും mg സൈൻ തീറ്റയായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആരാണ് തീറ്റ? ഇവിടെ ഞാൻ തിരിച്ച ആംഗിൾ ആണ് തീറ്റ. ഇവിടുന്ന് അങ്ങോട്ടാണ് തിരിച്ചത് കേട്ടോ. അപ്പൊ ആ ആംഗിൾ ആണ് തീറ്റ എങ്കിൽ ഇവിടെയും തീറ്റ വരും. സോ mg cos തീറ്റയും mg സൈൻ തീറ്റയായിട്ട് റിസോൾവ് ചെയ്തു. ഇതിൽ mg സൈൻ തീറ്റ അൺബാലൻസ്ഡ് ആവും. mg cos തീറ്റ ടെൻഷനായിട്ട് ബാലൻസ്ഡ് ആയി ക്യാൻസൽ ചെയ്തു. mg സൈൻ തീറ്റ അയാളെ തിരിച്ചു മെയിൻ പൊസിഷനിലേക്ക് ഇതാ കൊണ്ടുവന്നുകൊണ്ട് എയറോ മാർക്ക് വന്നുകൊണ്ട് അങ്ങോട്ട് പോകാൻ നോക്കും. സോ നമ്മൾ എഴുതുന്നു ആദ്യത്തെ ഇക്വേഷൻ, ദാറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് F is equal to mg സൈൻ തീറ്റ. ക്ലിയർ? ഇപ്പൊ ഈ റോബിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന അൺബാലൻസ്ഡ് ആയിട്ടുള്ള നെറ്റ് ആയിട്ടുള്ള ഫോഴ്സ് mg സൈൻ തീറ്റയാണ്. ഞാനൊരു നെഗറ്റീവ് സൈൻ അവിടെ കൊടുക്കുകയാണ്. എന്തിനാണ് നെഗറ്റീവ് സൈൻ കൊടുത്തത്? നെഗറ്റീവ് സൈൻ കൊടുത്തത് തീറ്റ അങ്ങോട്ടാണ്, പക്ഷെ mg സൈൻ തീറ്റ ഇങ്ങോട്ടാണ്. അപ്പൊ തീറ്റയ്ക്ക് എതിരാണെന്ന് കാണിക്കാനാണ് മൈനസ് കൊടുത്തത്. പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, എഴുതാൻ വിട്ടുപോയാൽ നിങ്ങൾ അവസാനം കഷ്ടത്തിലാവും. സോ F is equal to minus mg സൈൻ തീറ്റ. ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്, തീറ്റ സ്മോൾ. നിർബന്ധം. ഈ തീറ്റ വല്ലാതെ വലിച്ച് അങ്ങോട്ട് 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുവയ്ക്കരുത്. തീറ്റ സ്മോൾ ആണെങ്കിൽ മാത്രം സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. അപ്പൊ ഇക്വേഷൻ F equal to minus mg തീറ്റ. ശ്രദ്ധിക്കുക, എല്ലാ ഓസിലേഷൻസും സിമ്പിൾ പെൻഡുലത്തിന്റെ സിമ്പിൾ ഹാർമോണിക് അല്ല. എപ്പോൾ മാത്രം ഈ തീറ്റ ചെറുതാവുമ്പോൾ മാത്രമേ സിമ്പിൾ ഹാർമോണിക് ആവുള്ളൂ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. തീറ്റ ചെറുതാവുക എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെന്റ് ചെറുതാവുക. ഈ ഡിസ്പ്ലേസ്മെന്റ് ചെറുതാവുക എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ചെറുതാവുക. അപ്പൊ ഫോർ സ്മാൾ ആംപ്ലിറ്റ്യൂഡ്, ചെറിയ ആംപ്ലിറ്റ്യൂഡിന് മാത്രമേ സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ നമ്മൾ SHM ആയി കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണിത്. അപ്പൊ സൈൻ തീറ്റ തീറ്റയായി F is equal to minus mg തീറ്റയായി.
ഈ എഫിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എം എ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. M is mass of the bob and A is its acceleration. So minus mg theta. M cancel ചെയ്തു പോയി. So A is equal to minus g theta. What is theta? Theta is equal to angle. Angle is equal to arc by radius. Angle is equal to arc x. കണ്ടോ? Radius ആരാ? ഇതാണ് radius. That is length of the pendulum. So angle is equal to arc by radius. Arc ന്റെ സ്ഥാനത്ത് x, radius ന്റെ സ്ഥാനത്ത് length of the pendulum L കൊടുത്തു. So theta ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ A is equal to minus g അവിടെ നിന്നോട്ടെ, തീറ്റയുടെ പകരം x by L. അതിനെ ഒന്നുകൂടി വൃത്തിയാക്കി എഴുതിയാൽ minus g by L into x. Very important stage. Equation number 1. Acceleration is equal to minus g by L into x. നോക്കുക, what is g? Acceleration due to gravity at the place which is constant. Acceleration due to gravity ഒരു സ്ഥലത്ത് കോൺസ്റ്റന്റ് ആണ്, അതിന് മാറ്റം ഉണ്ടാവില്ല. സ്ഥലം മാറുമ്പോൾ മാത്രമേ g മാറൂ. അപ്പൊ g is constant at the place. And L, length of the pendulum, it is also another constant. അത് നമ്മൾ മാറ്റിയാലേ മാറുള്ളൂ. അപ്പൊ L ഉം കോൺസ്റ്റന്റ് ആണ്, G ഉം കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്താ മാറിക്കൊണ്ടിരിക്കുന്നത്? x മാറും അല്ലെ? അറ്റത്തേക്ക് പോകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവും, അടുത്തേക്ക് വരുമ്പോൾ x കുറഞ്ഞു വരും, ഇവിടത്തും പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് x ആവും, ഓപ്പോസിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആവും. അപ്പൊ ഇയാൾ ഇങ്ങനെ ആടുന്ന സമയത്ത് x ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്, സമയം മാറുമ്പോൾ G ഉം L ഉം കോൺസ്റ്റന്റ് ആണ്. അതായത് A is proportional to minus x. A is proportional to minus x ആണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. എന്ത്? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കണ്ടീഷൻ. എവിടെയാണോ ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആവുന്നത്, ഇപ്പൊ പ്രൊപ്പോർഷണൽ ആയി. ആൻഡ് നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് മെയിൻ പൊസിഷനിലേക്ക്, ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ്. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. എന്താണ് കണ്ടീഷൻ? ഇഫ് തീറ്റ ഈസ് സ്മോൾ, ഇഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് സ്മോൾ, ഇഫ് ആംപ്ലിറ്റ്യൂഡ് ഈസ് സ്മോൾ, ദ ഓസിലേഷൻസ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ആർ സിമ്പിൾ ഹാർമോണിക്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്തു, നമുക്ക് അറിയാവുന്നത് A is equal to minus omega square x എന്നാണ്. ഇതിനാണ് ഞാൻ ആദ്യം ഇക്വേഷനിലേക്ക് പോയത്. A is equal to minus omega square x. ഇവിടെ ഇപ്പൊ കിട്ടിയത് A is equal to minus g by L x. ഈ ഇക്വേഷൻ 1 ഉം 2 ഉം തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാം. സോ ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് കിട്ടും. ആരാണ് ഇവിടെ ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് വന്നത്? A ന്റെ സ്ഥാനത്ത് A ഉണ്ട്, x ന്റെ സ്ഥാനത്ത് x ഉണ്ട്, ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് g by L. അപ്പൊ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് വേഗം പോവാം. ഒമേഗ is equal to root g by L. Or 2 pi by period is equal to root g by L. Okay, so period is equal to 2 pi root L by g. എല്ലാവരും ഇതിനകം ബൈ ഹാർട്ട് പഠിച്ചിരിക്കുന്ന ഫോർമുലയാണ്. നമ്മൾ എത്ര പ്രാവശ്യം ഇക്വേഷൻ ചെക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇത് ഡിറൈവ് ചെയ്തിട്ടുണ്ട് ഡയമെൻഷൻ മെത്തേഡ് ഉപയോഗിച്ച്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റി. A is equal to 2 pi root L by g. തിരിച്ച് ഫ്രീക്വൻസി is equal to ഇതിന്റെ റെസിപ്രോക്കൽ 1 by 2 pi root g by L. രണ്ടും ബൈ ഹാർട്ട് പഠിച്ചോളാം. വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. അപ്പോ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മുടെ മരുന്നായി തുടങ്ങി. എന്താണ് പറഞ്ഞത്? ഒരു പെൻഡുലം അതിന്റെ ഓസിലേഷൻസ് സിമ്പിൾ ഹാർമോണിക് ആണെന്ന് തെളിയിക്കുക, എന്നിട്ട് അതിന്റെ പീരിയോഡും ഫ്രീക്വൻസിയും ഡിറൈവ് ചെയ്യുക എക്സ്പ്രഷൻ. അപ്പൊ ചെയ്ത പണി ഇത്രേ ഉള്ളൂ. പെൻഡുലത്തിനെ ഒരു x ദൂരത്തേക്ക് നമ്മൾ കൊണ്ടുപോയി, അപ്പൊ തിരിഞ്ഞ ആംഗിൾ ആണ് തീറ്റ. ആ സമയത്തുള്ള അതിന്റെ ലെങ്ത്, പെൻഡുലത്തിന്റെ ലെങ്ത് എല്ലാണ്. ആ കയറിന് മുകളിലുള്ള ടെൻഷൻ ക്യാപിറ്റൽ T മുകളിലേക്ക് വരച്ചു, mg നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് വരച്ചു. ഈ തീറ്റ എടുത്ത് ഇവിടേക്ക് എഴുതിയിട്ട് mg cos തീറ്റയും mg sin തീറ്റയായിട്ട് റിസോൾവ് ചെയ്ത ചിത്രം വരച്ചു. അതിൽ ടെൻഷൻ mg cos തീറ്റയായിട്ട് ക്യാൻസൽ ചെയ്ത് പോയി. അൺകാൻസൽഡ് ആയിട്ടുള്ള അൺബാലൻസ്ഡ് ആയിട്ടുള്ള റിസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് mg sin തീറ്റ വന്നു. അത് തീറ്റയ്ക്ക് എതിരായതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഇട്ടു. തീറ്റ ചെറുതാവുമ്പോൾ സൈൻ തീറ്റ തീറ്റയായി മാറി. ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരണം. സോ f is equal to minus mg തീറ്റ എന്ന് എഴുതി, f ന് പകരം m എഴുതി, m ക്യാൻസൽ ചെയ്തു, a is equal to minus g തീറ്റ എന്ന് കിട്ടി. തീറ്റയ്ക്ക് പകരം x by L, ആർക്ക് ബൈ റേഡിയസ് എഴുതി. അങ്ങനെ A is equal to minus g by L x ആയി. g യും L ഉം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് A proportional to minus x ആയി. ജസ്റ്റ് ലൈക്ക് A is equal to minus omega square x. അങ്ങനെ ഒമേഗ സ്ക്വയർ ആയിട്ട് കമ്പയർ ചെയ്തപ്പോൾ g by L കിട്ടി, ഒമേഗ കിട്ടി, പീരിയോഡ് കിട്ടി, ഫ്രീക്വൻസി. എത്ര എളുപ്പമാണ്! നിങ്ങൾ ഒന്ന് ഇത് കഴിഞ്ഞ അപ്പൊ തന്നെ എഴുതി പഠിച്ചാൽ ഇത് കിട്ടും. ഉറപ്പാണ്, 100% ഗ്യാരണ്ടി. കാരണം ഈ ചാപ്റ്റർ ചുരുക്കി, അല്ലെങ്കിൽ സ്പ്രിംഗ് എന്ന് ചോദിക്കായിരുന്നു, എനർജി ചോദിക്കായിരുന്നു, ഒക്കെ നമുക്ക് പറയായിരുന്നു. പക്ഷെ ഇപ്പോ ഇതില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അപ്പൊ നിർബന്ധമായിട്ട് ചിത്രം വരച്ച് പഠിക്കുക, ഇക്വേഷൻ കിട്ടുന്ന വഴി ഓർമ്മിക്കുക. ഇനി അതിന്റെ 2-3 പോയിന്റ്സും കൂടി നമുക്ക് പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കും. കുറച്ച് പ്രോബ്ലങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഫോർമുല ഞാൻ എഴുതി, T = 2 pi root L by g. ഒന്നാമത്തെ കാര്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പീരിയോഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം? ഒരു പെൻഡുലത്തിന്റെ പീരിയോഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? കാര്യങ്ങൾ പറയാം. ഒന്ന്, എന്താ? T proportional to root L അല്ലെ? പീരിയോഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് L. ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആണ്, എങ്ങനെ? സ്ക്വയർ റൂട്ട് ആയിട്ട്. രണ്ടാമത്തെ കാര്യം, പീരിയോഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ആണ് അല്ലെ? 1 by root g.
Period is inversely proportional to square root of acceleration due to gravity. Okay. And മൂന്നാമത്തെ കാര്യം ഇൻഡിപെൻഡന്റ് ഓഫ്, പരീക്ഷയ്ക്ക് എത്ര പ്രാവശ്യം ചോദിച്ചതാണ്, ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. ഇവിടെ തൂക്കിയിട്ടുള്ള ബോബിന്റെ മാസ്, ഊഞ്ഞാലിലാടുന്ന നിങ്ങളുടെ തൂക്കം, നിങ്ങൾ ആടിയാലും ഞാൻ ആടിയാലും ഒരു ആനിരുന്ന് ആടിയാലും പീരിയോഡ് മാറില്ല. കാരണം ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. മാസ് ഓഫ് ദ ബോബിനായിട്ട് ബന്ധമില്ല. ഇൻഡിപെൻഡന്റ് ഓഫ് എം. നാലാമത്തെ കാര്യം ഇൻഡിപെൻഡന്റ് ഓഫ്, പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ഓർമ്മിക്കുക, ആംപ്ലിറ്റ്യൂഡ്. കുറച്ച് ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ, ആദ്യം പറഞ്ഞു ആംപ്ലിറ്റ്യൂഡ് ചെറുതാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആംപ്ലിറ്റ്യൂഡ് ചെറുതായിരിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് വലിച്ചു വിട്ടാലും കുറച്ച് അങ്ങോട്ട് വലിച്ചു വിട്ടാലും കുറച്ച് ഇങ്ങോട്ട് വലിച്ചു വിട്ടാലൊന്നും പീരിയോഡ് മാറില്ല. കുറച്ച് ദൂരം കൂടുതൽ പോയി എന്ന് കരുതി സമയം കൂടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്സ്, അങ്ങനെ തന്നെ കണ്ടീഷൻ, ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്സ് പീരിയോഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ പീരിയോഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോബ്, പീരിയോഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്സ്. ഹൈ ആംപ്ലിറ്റ്യൂഡ് ഒന്നും വല്ലാണ്ട് നിങ്ങൾ വലിച്ചിട്ട് താത്തിക്കിടണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവില്ല. അപ്പൊ ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്സ് പീരിയോഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്, പീരിയോഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോബ്, പീരിയോഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ലെങ്ത് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പൊ ഈ പോയിന്റുകൾ നന്നായി ശ്രദ്ധിക്കുക. ഇതിന്നൊക്കെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് കൂടി നമ്മളോട് ചോദിക്കും. അടുത്ത ചോദ്യം, സെക്കൻഡ് പെൻഡുലം എന്താണ്? പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ വരും. സെക്കൻഡ് പെൻഡുലം ഉറപ്പാണ്, ഇതൊക്കെ എഴുതി വെച്ചോ, വന്നിട്ടില്ലെങ്കിൽ എന്നോട് നീ കാണുമ്പോൾ ചോദിക്കാം. സെക്കൻഡ് പെൻഡുലം എന്താണ്? സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എഴുതുന്നത് പീരിയോഡ് 2 സെക്കൻഡ് ഉള്ള പെൻഡുലാണ്. പീരിയോഡ് 2 സെക്കൻഡ്. എന്താ പീരിയോഡ് 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ എന്റെ കൈയാണ് ആ പെൻഡുലം വിചാരിക്കുക, ഇതിങ്ങനെ ആടുക. അപ്പൊ ഇവിടുന്ന് തുടങ്ങി നോക്കൂ, ഇവിടുന്ന് തുടങ്ങി, വലിയ ആംപ്ലിറ്റ്യൂഡ് ഒന്നും അല്ല, ചെറുതാണ്, ഇങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വരിക. ഇത് എടുക്കുന്ന സമയമാണ് പീരിയോഡ്. തുടങ്ങിയോടത്തേക്ക് തിരിച്ചെത്തുന്ന സമയം. അങ്ങനെ തുടങ്ങിയോടത്തേക്ക് തിരിച്ചെത്താൻ 2 സെക്കൻഡ്, പീരിയോഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലാണ് സെക്കൻഡ് പെൻഡുലം. അപ്പൊ നിങ്ങൾ ഇക്വേഷനിൽ പീരിയോഡിന് 2 സെക്കൻഡ് കൊടുത്താൽ ടി സ്ക്വയർ എന്താവും? ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 അല്ലെ? നമുക്ക് ഇവിടെ ഈ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ ചെയ്യുന്നത്. അപ്പൊ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഫോർമുല എന്താ? 4 പൈ സ്ക്വയർ എൽ ബൈ ജി. ടി 2 പൈ റൂട്ട് എൽ ബൈ ജി ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ റൂട്ട് പോയി എൽ ബൈ ജി. ഓക്കെ, ഈക്വൽ ടു 4. ടി സ്ക്വയർ 4 സെക്കൻഡ് ആണ് ആർക്ക്? 4 സെക്കൻഡ് സ്ക്വയർ ആണ് ആർക്ക്? സെക്കൻഡ് പെൻഡുലത്തിന്. 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോയി. സോ എൽ ഈക്വൽ ടു, നമുക്ക് ആ സെക്കൻഡ് പെൻഡുലത്തിന്റെ നീളം ജി അങ്ങോട്ട് പോയി ബൈ പൈ സ്ക്വയർ അല്ലെ? 3.14 square is almost 9.8. So this is 9.8 by 9.8. Answer is 1 meter or 100 centimeter. അപ്പൊ 100 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ആണ്. അതായത് എന്റെ ഈ കയ്യിന്റെ നീളം 1 മീറ്റർ ആണെങ്കിൽ, ഏകദേശം എന്റെ കയ്യിൽ 1 മീറ്റർ നീളമുണ്ട്. 1 മീറ്റർ ആണെങ്കിൽ ഇത് ഒരു പ്രാവശ്യം ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആടാൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ് ആവും. അപ്പൊ ഒരു പ്രാവശ്യം അങ്ങോട്ട് പോകാൻ എത്ര സമയം എടുക്കും? 1 സെക്കൻഡ്. തിരിച്ചിങ്ങോട്ട് വരാൻ 1 സെക്കൻഡ്. അപ്പൊ 2 സെക്കൻഡ് ആയി. വീണ്ടും അങ്ങോട്ട് പോകാൻ 1 സെക്കൻഡ്, വീണ്ടും ഇങ്ങോട്ട് വരാൻ 2 സെക്കൻഡ്, അങ്ങോട്ട് പോകാൻ 1 സെക്കൻഡ്, ഇങ്ങോട്ട് പോകാൻ 1 സെക്കൻഡ്. അപ്പൊ ഇതെന്തായി മാറുന്നു? നിങ്ങൾക്ക് സെക്കൻഡുകൾ കൗണ്ട് ചെയ്യാം. ഒരു പ്രാവശ്യം ഈ പെൻഡുലം അങ്ങോട്ട് എത്തുമ്പോൾ 1 സെക്കൻഡ് ആയി എന്നർത്ഥം. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അടുത്ത സെക്കൻഡ് ആയി. അപ്പൊ സെക്കൻഡ് കൗണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ക്ലോക്കായി മാറി. സോ സെക്കൻഡ് പെൻഡുലം ഈസ് ടേംഡ് ആസ് പെൻഡുലം ക്ലോക്ക്. പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോ അങ്ങനെ വരും. പെൻഡുലം ക്ലോക്ക് ആയിട്ട് ഒരു സെക്കൻഡ് പെൻഡുലത്തിനെ നമുക്ക് ഉപയോഗിക്കാം. കാരണം ഓരോ സെക്കൻഡും ടിക്ക് ടിക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണായിട്ട്, അങ്ങോട്ട് പോയ ഒരു ടിക്ക് 1 സെക്കൻഡ്, ഇങ്ങോട്ട് പോയ അടുത്ത ടിക്ക് 1 സെക്കൻഡ്, ടിക്ക് 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 ടിക്ക്, ക്ലോക്കിലെ പെൻഡുലം ആടുന്ന പോലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പെൻഡുലം ക്ലോക്ക് എന്ന് വിളിക്കാം. പെൻഡുലം ക്ലോക്കിന്റെ നീളം എത്രയാണെന്ന് പറഞ്ഞത്? 1 മീറ്റർ ആണ്. എങ്ങനെ കിട്ടി? പീരിയോഡ് 2 സെക്കൻഡ് ആണ്. 1 സെക്കൻഡ് അല്ല, 1 സെക്കൻഡ് ഒരു ഭാഗത്തേക്ക് പോകാനാണ്, തിരിച്ചിങ്ങോട്ട് വരാൻ 1 സെക്കൻഡ് കൂടി നമ്മൾ 2 സെക്കൻഡ് ആയി. അങ്ങനെ പീരിയോഡ് 2 സെക്കൻഡ് ഇക്വേഷനിൽ കൊടുത്താൽ ലെങ്ത് ഓഫ് ദ പെൻഡുലം 100 സെന്റിമീറ്റർ ആണ് അല്ലെങ്കിൽ 1 മീറ്റർ ആണ്. അതൊക്കെ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാണ്ട് സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റ്. അപ്പൊ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ എന്തായാലും തിയറിക്ക് സെക്കൻഡ് പെൻഡുലവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന്റെ നീളം ചോദിക്കും, എന്താണ് സെക്കൻഡ് പെൻഡുലം ചോദിക്കും, പെൻഡുലം ക്ലോക്കുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ടിക്ക് ചെയ്യുന്ന പെൻഡുലം എന്താണെന്ന് ഒരു പ്രാവശ്യം പരീക്ഷിച്ച് വെച്ചു. ടിക്ക് ടിക്ക് ടിക്ക്, സമയത്തിന് ടിക്ക് ചെയ്യുന്ന പെൻഡുലാണ് പെൻഡുലം ക്ലോക്ക്. ഓക്കെ, ഇനി ചില പ്രോബ്ലങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളെ ഭൂമിയിൽ ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നു. ഈ പെൻഡുലത്തിനെ പിടിച്ച് ചന്ദ്രനിലേക്ക് കൊണ്ടുപോയി. ഇറ്റ് ഈസ് ടേക്കൻ ടു മൂൺ. വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് പീരിയോഡ് ആൻഡ് ഫ്രീക്വൻസി? ചന്ദ്രനിലേക്ക് പോയാൽ ആ പെൻഡുലത്തിന്റെ വേറെ ഒന്നും മാറിയിട്ടില്ല, ബോബിനെ മാറ്റിയിട്ടില്ല, നീളത്തിനെ മാറ്റിയിട്ടില്ല, നേരെ ചന്ദ്രനിൽ കൊണ്ടുപോയിട്ട് ആട്ടി. വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് പീരിയോഡ് ആൻഡ് ഫ്രീക്വൻസി? എന്തെല്ലാം മാറ്റം വരുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറും അല്ലെ? ടി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√g. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൂമിയിലുള്ളതിന്റെ 1/6 എവിടെ ഉള്ളത്? ചന്ദ്രനിലുള്ളത്. സ്വാഭാവികമായിട്ടും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യും? പീരിയോഡ് കൂടും. അപ്പൊ ചന്ദ്രനില്
ഭൂമിയിലുള്ള ഓസിലേഷനേക്കാളും പീരിയോഡ് കൂടുതലായിരിക്കും, ഫ്രീക്വൻസിയോ കുറവായിരിക്കും. കാരണം റൂട്ട് ജിക്ക് പ്രൊപ്പോർഷനില്ല. നമ്മളോട് മാറരുത്. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത് നോക്കിയിട്ട് എഴുതുക. ചാടിക്കാരി ഉത്തരം എഴുതിയിട്ട് ഇതൊക്കെ തെറ്റിക്കാറുണ്ട്. ഇൻക്രീസസ് ഡിക്രീസസ് എഴുതുമ്പോൾ കാര്യകാരണ സഹിതം ഓർമ്മിച്ച് എഴുതുക. പീരിയോഡ് ഓഫ് ഓസിലേഷൻ ഇൻക്രീസസ് കാരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് അറ്റ് മൂൺ, ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഡിക്രീസസ് കാരണം ജി കുറഞ്ഞതുകൊണ്ട് ന്യൂ കുറയും. അപ്പൊ ഒരു ചോദ്യം അങ്ങനെ. രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ ഇൻക്രീസസ് ഡിക്രീസസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഒരു ലിഫ്റ്റിലാണ് ഈ പെൻഡുലം വെക്കുന്നത്. ഈ ലിഫ്റ്റ് യൂണിഫോം ആയിട്ടാണ് മുകളിലേക്കോ താഴേക്കോ പോകുന്നതെങ്കിൽ പീരിയോഡിന് ഒരു മാറ്റവും വരില്ല. യൂണിഫോം മോഷനിലാണ് ലിഫ്റ്റ് മുകളിലേക്കും താഴേക്കും പോകുന്നതെങ്കിൽ അതിന്റെ ഉള്ളിലിരിക്കുന്ന പെൻഡുലത്തിന്റെ പീരിയോഡ് 2π√L/g ഒരു മാറ്റവും ഇല്ല. പുറത്തു വെക്കുന്നത് അതേപോലെ തന്നെ റെസ്റ്റിലിരുന്നാലും യൂണിഫോം മോഷൻ ആണെങ്കിലും. പക്ഷേ ലിഫ്റ്റ് അസെൻഡിങ് മുകളിലേക്ക് പോവാൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ, നന്നായി ശ്രദ്ധിക്കുക, ലിഫ്റ്റ് ഈസ് അസെൻഡിങ് അപ്പ് മുകളിലേക്ക് പോവാണ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ a, then the period becomes 2π പെൻഡുലത്തിന്റെ നീളമൊന്നും മാറില്ല. എന്താവും നമുക്കറിയാം, ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന പോലെ തോന്നും. അപ്പൊ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുന്ന പോലെ തോന്നും. മാസല്ല മാറുന്നത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടിയ പോലെ തോന്നും. എത്ര കൂടും? ഈ ആക്സലറേഷൻ കൂട്ടണം. സോ പുതിയ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ സ്ഥാനത്ത് g+a എന്ന് എഴുതണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. പീരിയോഡ് ഓഫ് ഓസിലേഷൻ ഡിക്രീസസ് when the lift is moving up with uniform acceleration. യൂണിഫോം ആക്സിലറേഷനോട് കൂടി ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ ഉള്ളിൽ വെച്ച് സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്താൽ അതിന്റെ പീരിയോഡിന്റെ ഫോർമുല 2π√L/g എന്ന് എഴുതിയോട്ട് g+a എന്ന് എഴുതണം. വെയിറ്റ് കൂടും പോലെ അപ്പൊ g+a ആയിട്ട് മാറി. ആരാണ് ആ ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ. അപ്പൊ മുകളിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുന്ന ഇഫക്റ്റ് ആണ് ഉണ്ടാവുക. therefore പീരിയോഡ് എന്ത് സംഭവിക്കും? ഡിക്രീസസ്. അതേ സമയത്ത് ലിഫ്റ്റ് താഴേക്ക് വരികയാണ്, ഡിസെൻഡിങ് വിത്ത് ആക്സിലറേഷൻ a ആണെങ്കിൽ t is equal to 2π, വെയിറ്റ് കുറയുന്ന പോലെയല്ലേ നമുക്ക് തോന്നുക, 2π√L/g - a എന്ന് എഴുതാം. അപ്പൊ പീരിയോഡ് കൂടും, g - a ആയി, ഡിനോമിനേറ്റർ കുറഞ്ഞു. അപ്പൊ ലിഫ്റ്റ് ആക്സിലറേഷനോട് കൂടി ഡിസെൻഡ് ചെയ്താൽ പീരിയോഡ് കൂടും, ഫ്രീക്വൻസി കുറയും. ആക്സിലറേഷനോട് കൂടിയിട്ട് പെൻഡുലം ലിഫ്റ്റ് മുകളിലേക്ക് പോയാൽ അസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പീരിയോഡ് കുറയും, അതുപോലെ തന്നെ ഫ്രീക്വൻസി കൂടും. ഇതൊന്നും അങ്ങോട്ട് മാറരുത്. ഇനി ഫ്രീ ഫോൾ, കയറങ്ങോട്ട് ബ്രേക്ക് ചെയ്തു. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം, കയറ് പൊട്ടി ലിഫ്റ്റ് താഴേക്ക് വരികയാണ്. ആ ലിഫ്റ്റിലാണ് നമ്മളുടെ പെൻഡുലം ഇരിക്കുന്നതെങ്കിൽ, കയറ് പൊട്ടിയിട്ടാണ് ലിഫ്റ്റ് താഴേക്ക് വരുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻസ്? കയറ് പൊട്ടി എന്താ സംഭവിക്കുക? നമ്മൾ ഈ കേസിൽ a = g, താഴേക്ക് വരുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആവും. So g - g becomes 0. So period is equal to 2π√L/0. g - a, g - g പൂജ്യം പോകും. 0 ആയി കഴിഞ്ഞാൽ period is equal to infinity. കയറ് പൊട്ടിയ ലിഫ്റ്റില് ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന്റെ പീരിയോഡ് ഇൻഫിനിറ്റി ആവും, ഫ്രീക്വൻസി 0, 1/∞ 0. ഫ്രീക്വൻസി 0 ആയിരിക്കും, പീരിയോഡ് ഇൻഫിനിറ്റി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ഓസിലേറ്റ്. കയറ് പൊട്ടിയ ലിഫ്റ്റ് താഴേക്ക് വരുമ്പോൾ, ഫ്രീ ഫോൾ ചെയ്യുമ്പോൾ അതിലിരിക്കുന്ന പെൻഡുലത്തിന് ഓസിലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓസിലേറ്റ് ചെയ്യാൻ അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് വരണം, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാൻ എടുക്കുന്ന സമയം ഇൻഫിനിറ്റി എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങോട്ട് പോയാൽ തിരിച്ചു വരില്ല എന്ന് ചുരുക്കം. ഇറ്റ് വിൽ നോട്ട് ഓസിലേറ്റ്. നിങ്ങൾ അങ്ങനെ തന്നെ പോയിന്റ് ഓർമ്മിക്കണം. പീരിയോഡ് ബിക്കംസ് ഇൻഫിനിറ്റി, ഫ്രീക്വൻസി ബിക്കംസ് 0 ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഓസിലേറ്റ്. എങ്ങനെയാണ്? ഫ്രീ ഫോൾ ചെയ്യുന്ന കയറ് പൊട്ടിയ ലിഫ്റ്റിലുള്ള നമ്മുടെ പെൻഡുലം. ഇതൊക്കെ പ്രത്യേക ഓർമ്മയ്ക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അതുപോലെ തന്നെ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഡെപ്തിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അവിടെയൊക്കെ എന്താണ് പെൻഡുലത്തിന് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നത് കൊണ്ട് പീരിയോഡ് ഇൻക്രീസസ്. അപ്പൊ ചന്ദ്രനിലേക്ക് പോയാലും വേണ്ടില്ല, ഉയരത്തിലേക്ക് ഭൂമിയുടെ സർഫസിൽ നിന്ന് ഉയരത്തിലേക്ക് പോയാലും വേണ്ടില്ല, ഭൂമിയുടെ സർഫസിൽ നിന്ന് താഴത്തേക്ക് പോയാലും വേണ്ടില്ല, ഒക്കെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നത് കൊണ്ട് പീരിയോഡ് ഓഫ് ഓസിലേഷൻ ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഡിക്രീസ് ചെയ്യും. ഇനി ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് പീരിയോഡ് ഓഫ് ഓസിലേഷൻ ഡിക്രീസ് ചെയ്യും, ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. ഓക്കെ. ഇനി ഫ്രീ ഫോൾ ചെയ്യുന്ന സമയത്ത് പീരിയോഡ് ബിക്കംസ് ഇൻഫിനിറ്റി ആൻഡ് ഫ്രീക്വൻസി ബിക്കംസ് 0. ഇറ്റ് വിൽ നോട്ട് ഓസിലേറ്റ്. അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ ഭൂമിക്ക് ചുറ്റും കറങ്ങുകയാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലം. സാറ്റലൈറ്റിന്റെ ഉള്ളിലാണ് സിമ്പിൾ പെൻഡുലം. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്, മൂണിനെല്ലാം നമ്മൾ ഉദ്ദേശിച്ചത്. മൂണിന്റെ കാര്യം നാച്ചുറൽ ആണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് പീരിയോഡ് ആൻഡ് ഫ്രീക്വൻസി? അപ്പൊ നിങ്ങൾക്കറിയാം, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് കറങ്ങാൻ വേണ്ട സെൻട്രിപീറ്റൽ ഫോഴ്സ് തരുന്നത്
ഭൂമിയുടെ അട്രാക്റ്റീവ് ഫോഴ്സിൽ നിന്നാണ്. അപ്പൊ അതിന്റെ വെയിറ്റ് മുഴുവൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? സെൻട്രിപീറ്റൽ ഫോഴ്സിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് 0 ഇൻ ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. സോ ഈ പറഞ്ഞ കയറ് പൊട്ടിയ ലിഫ്റ്റിന്റെ അതേ ഇഫക്ട് തന്നെയാണ് ഉണ്ടാവുക. പീരിയോഡ് ബിക്കംസ് ഇൻഫിനിറ്റി ആൻഡ് ഫ്രീക്വൻസി ബിക്കംസ് 0. അതൊക്കെ പോയിന്റുകളായിട്ട് നോട്ടിൽ എഴുതിയിട്ട് ഓർമ്മിച്ചോളൂ. എന്താ പറഞ്ഞത്? ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റില് സിമ്പിൾ പെൻഡുലം വെച്ച് കറങ്ങുന്ന സമയത്തും കയറ് പൊട്ടിയ ലിഫ്റ്റിലും പീരിയോഡ് ഇൻഫിനിറ്റി ആണ്, ഫ്രീക്വൻസി 0 ആണ്. കാരണം G is equal to 0, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഇനി NCERT-യിൽ ചോദിച്ച മറ്റൊരു ചോദ്യം, ഭൂമിയിലെ ഒരു പെൻഡുലത്തിന്റെ പീരിയോഡ് 3 സെക്കൻഡ് ആണ്. ഭൂമിയിൽ ഒരു പെൻഡുലത്തിന്റെ പീരിയോഡ് ഈക്വൽ ടു 3 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എർത്തിലാണ്. അങ്ങനെയാണെങ്കിൽ മൂണിൽ അതിന്റെ പീരിയോഡ് എത്ര എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ഭൂമിയിലെ 3 സെക്കൻഡ് പീരിയോഡുള്ള ഒരു പെൻഡുലത്തിന് ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ എത്രയായിരിക്കും പീരിയഡ് ഉണ്ടാവുക? ഇങ്ങനെ നമ്മൾ ഫോർമുല എഴുതാം. T1 ഭൂമിയിലുള്ളതിന് എഴുതാം ഈക്വൽ ടു 2π√L/G1 ഭൂമിയിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. T2 ചന്ദ്രനിലാണെങ്കിൽ 2π√L മാറുന്നില്ല, G2. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. T2/T1 അല്ലെ? T2/T1 ഈക്വൽ ടു ഇതൊക്കെ വെട്ടിപ്പോകും. മൂന്ന് സെക്കൻഡ് ആണ്. സോ 3 × G2 എത്രയാ? സെൻട്രൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൂമിയിലുള്ളതിന്റെ 6/1 ഇപ്പൊ G/6 എഴുതാം. ഭൂമിയിലെ G. സോ ദാറ്റ്സ് ഈക്വൽ ടു 3 √ ഈ G വെട്ടിപ്പോയി 1/6. ഓക്കെ, ഇത്രയും സെക്കൻഡ് ആയിട്ട് 3 × അതായത് ഉത്തരം 3/√6 സെക്കൻഡ് ആയിരിക്കും ചന്ദ്രനിലെ അയാളുടെ പീരിയഡ്. ഇങ്ങനെ ഒരു പ്രോബ്ലം NCERT-യിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. ഇത്രയൊക്കെ ചോദ്യങ്ങൾ അതിൽ ചോദിക്കുള്ളൂ. സെക്കൻഡ് ബെൻഡിൽ നന്നായിട്ട് ഓർമ്മിക്കുക. ഈ പീരിയോഡിന്റെയും ഫ്രീക്വൻസിന്റെയും വേരിയേഷൻസ് പല സിറ്റുവേഷൻസിൽ ഓർമ്മിക്കുക. കൂടാണ്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ പെൻഡുലത്തിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും ആൻസർ ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻസ് സിമ്പിൾ ഹാർമോണിക് ആണെന്ന് തെളിയിക്കുക. രണ്ടാമത്തെ ചോദ്യം അതിന്റെ പീരിയോഡും ഫ്രീക്വൻസിയും ഡിറൈവ് ചെയ്യുക. മൂന്നാമത്തെ ചോദ്യം പീരിയോഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്തിനൊക്കെ ആയിട്ട്. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഊഞ്ഞാലിൽ ആടുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. ഊഞ്ഞാലിൽ നിങ്ങൾ ഇരുന്നാടുകയാണ്. നിങ്ങളുടെ സെന്റർ ഓഫ് മാസ് പൊക്കിളാണ്. ഇപ്പൊ സെന്റർ ഓഫ് മാസിലേക്കുള്ള ദൂരമാണ് ലെങ്ത്. ഇരിക്കുന്ന സമയത്ത് സെന്റർ ഓഫ് മാസ് താഴ്ത്താണ്. ഇനി നിങ്ങൾ എഴുന്നേറ്റ് നിന്നു, ഊഞ്ഞാലിൽ എഴുന്നേറ്റ് നിന്നു. വാട്ട് ഹാപ്പൻസ്? നിങ്ങളുടെ സെന്റർ ഓഫ് മാസ് പൊക്കിള് മുകളിലേക്ക് ഉയർന്നു. സോ പെൻഡുലത്തിന്റെ ലെങ്ത് എന്തായി മാറി? കുറഞ്ഞു. അപ്പൊ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആടുമ്പോൾ പെൻഡുലത്തിന്റെ നീളം കുറയും. സ്വാഭാവികമായിട്ടും T is proportional to √L ആണ്. ലെങ്ത് കുറഞ്ഞാൽ പീരിയോഡ് കുറയും. അപ്പൊ ഓസിലേഷന്റെ പീരിയോഡ് കുറയും. ഇരുന്നാടുന്നതിനേക്കാൾ ഓസിലേഷന്റെ പീരിയോഡ് കുറവായിരിക്കും നിന്നാടുമ്പോ. പീരിയോഡ് കുറയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോയി തിരിച്ചു വരാൻ എടുക്കുന്ന സമയം കുറയാന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ വേഗത്തിലാടും. പരീക്ഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ സീനിയേഴ്സിനോട് ചോദിച്ച ചോദ്യം അവർ +1-ലാവുമ്പോൾ അവരുടെ യൂണിറ്റ് ടെസ്റ്റിന് ചോദിച്ചത് ഇങ്ങനെയാണ്, വാട്ട് ഹാപ്പൻസ് ടു സ്പീഡ് ഓഫ് ഓസിലേഷൻ? അപ്പൊ പീരിയോഡ് കുറയുന്നത് കൊണ്ട് സ്പീഡ് ഓഫ് ഓസിലേഷൻ കൂടുകയാണെന്നാണ് പറയുന്നത്. അപ്പോ വെൻ യു സ്റ്റാൻഡ് അപ്പ് ഇൻ ദ സ്വിംഗ്, നിങ്ങൾ സ്വിംഗിൽ ഊഞ്ഞാലിൽ എഴുന്നേറ്റ് നിന്ന് ആടുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദ സ്പീഡ് ഓഫ് ദ സ്വിംഗ്? ഊഞ്ഞാലിന്റെ സ്പീഡിന് എന്ത് സംഭവിക്കും പറഞ്ഞാൽ ഇൻക്രീസസ്. സ്പീഡ് കൂടുന്നത് കൊണ്ട് പീരിയോഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എന്താ പറയാ? T is proportional to √L ആണ്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ലെങ്ത് ഓഫ് ദ പെൻഡുലം കുറയും. കാരണം നിങ്ങളുടെ സെന്റർ ഓഫ് മാസ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോ അത് തൂക്കിയിട്ട സ്ഥലത്ത് നിന്നുള്ള ദൂരം കുറഞ്ഞു. അതുകൊണ്ട് ലെങ്ത് കുറഞ്ഞതുകൊണ്ട് പീരിയോഡ് കുറഞ്ഞു. പീരിയോഡ് കുറഞ്ഞതുകൊണ്ട് വേഗത്തിലാടി. സമയം കുറവാണെന്ന് പറഞ്ഞാൽ വേഗത്തിലാടി. ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ഓസിലേഷൻ ഇൻക്രീസസ്. നിന്നാടുന്നതിനേക്കാൾ സ്പീഡ് ഓഫ് ഓസിലേഷൻ കുറവായിരിക്കും ഇരുന്നാടുമ്പോൾ, കാരണം പീരിയോഡ് കൂടുതലാവും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ 2009 ചോദിച്ച ചോദ്യം ഇതാണ്. ഒരു ബോബ്, ആ ബോബിന്റെ മാസിനായിട്ടൊന്നും ബന്ധമില്ല കേട്ടാ. നിങ്ങൾ ഇരുന്നാടിയാലും ആന ഇരുന്നാടിയാലും ചെറിയ ബോബ് ഇരുന്നാടിയാലും ഒക്കെ നമ്മൾ പറഞ്ഞു സമയം സെയിം ആണ്, കാരണം ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്, ബോബിൽ മുഴുവൻ വെള്ളം നിറച്ചു എന്നിട്ട് പെൻഡുലം ആടുകയാണ്. അപ്പൊ ഉള്ളില് ആ ബോബിന്റെ ഉള്ളിൽ മുഴുവൻ വെള്ളമായിട്ടുള്ളതാണ് പെൻഡുലം ആടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒപ്പം അടിയിൽ ഒരു ഓട്ട ഇട്ടു. ആ ബോബിന്റെ അടിയിൽ ഒരു ഹോള് ഉണ്ടാക്കി, ഒരു ഓട്ട ഉണ്ടാക്കി. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? വെള്ളം അതിന് ഒഴിഞ്ഞു പോകും. വാട്ട് ഹാപ്പൻസ് ടു ദ പീരിയോഡ് ഓഫ് പെൻഡുലം എന്നാണ് ചോദ്യം. വെള്ളം ഒഴിഞ്ഞു പോകും തോറും വെള്ളത്തിന്റെ ലെവൽ ഇങ്ങനെ താഴത്തേക്ക് വരും അല്ലെ? വെള്ളത്തിന്റെ ലെവൽ ആ പാത്രത്തിന്റെ ഉള്ളിൽ താഴത്തേക്ക് വരും തോറും സെന്റർ ഓഫ് മാസ് മെല്ലെ മെല്ലെ താഴത്തേക്ക് പോകും. ഫുൾ വെള്ളം ഉണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസ് എവിടെ ഉണ്ടാവുക? ബോബിന്റെ കറക്റ്റ് സെന്ററിലാണ് ഉണ്ടാവുക. പക്ഷെ വെള്ളം താഴത്തേക്ക് വരുന്നതോടുകൂടി ഒഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ സെന്റർ ഓഫ് മാസ് മെല്ലെ മെല്ലെ താഴത്തേക്ക് പോകും.
സെന്റർ ഓഫ് മാസ് താഴത്തേക്ക് പോയാൽ നിങ്ങൾ നിൽക്കുന്ന ആൾ ഇരിക്കുന്ന പോലെ ലെങ്ത് ഓഫ് ദ പെൻഡുലം കൂടും. ലെങ്ത് ഓഫ് ദ പെൻഡുലം കൂടിയാൽ പീരിയോഡ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ വെള്ളം ഒഴിഞ്ഞു പോകുമ്പോൾ സെന്റർ ഓഫ് മാസ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട്, ആ പാത്രത്തിന്റെ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയും പീരിയോഡ് കൂടുകയും സ്പീഡ് ഓഫ് ഓസിലേഷൻ കുറയുകയും ഫ്രീക്വൻസി കുറയുകയും ചെയ്യും. ഇനി വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു പോയി, മുഴുവൻ വെള്ളവും ലീക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ മാസ് മുഴുവൻ വീണ്ടും ആ പാത്രത്തിന്റെ മാസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ബോളിന്റെ മാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അതിന്റെ സെന്ററിലേക്ക് തന്നെ സെന്റർ ഓഫ് മാസ് വീണ്ടും ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ വീണ്ടും പഴയ പോലെ പീരിയോഡായിട്ട് മാറും. അപ്പൊ ഫുൾ വെള്ളം ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെന്റർ ഓഫ് മാസ് വീണ്ടും അതിന്റെ പഴയ സെന്ററിലേക്ക് തിരിച്ചെത്തുകയും ലെങ്ത് പഴയ പോലെ ആവുകയും പീരിയോഡ് ആദ്യം ഫുൾ വെള്ളം ഉണ്ടായിരുന്ന സമയത്തുള്ള പീരിയോഡ് എത്രയാണോ അതേ പീരിയോഡ് ആയിരിക്കും ഫുൾ വെള്ളം ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പീരിയോഡ്. പക്ഷെ ഇതിന്റെ ഇടയിൽ വെള്ളം ആ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സെന്റർ ഓഫ് മാസ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ലെങ്ത് കൂടുന്നത് കൊണ്ട് പീരിയോഡ് കൂടും. അപ്പോ പീരിയോഡ് ഇൻക്രീസസ് വെള്ളം തീരുന്നത് വരെ. വെള്ളം ഫുൾ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും പീരിയോഡ് ഡിക്രീസസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ എന്നാണ് കറക്റ്റ് ഉത്തരം. അത് മനസ്സിലാക്കി തന്നെ പോകും. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ പബ്ലിക് എക്സാമിനേഷന് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനി ആ ക്വസ്റ്റ്യൻ ബാങ്ക് നാളെ വരുമ്പോൾ അതൊന്നും കൂടി നോക്കുക. ഓക്കെ, അപ്പൊ ഒന്ന് പഠിച്ചത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ, എക്സ് ഇസിക്കൽ ടു എ കോസ് ഒമേഗ ടി എ സൈൻ ഒമേഗ ടി, അതിന്റെ കോമ്പിനേഷൻ വെച്ചിട്ടുള്ള കമ്പാരിസൺ ചെയ്ത ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ചെയ്യാൻ വരും. സിമ്പിൾ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആവും. പിന്നെ ഇപ്പൊ പറഞ്ഞ സിമ്പിൾ പെൻഡലം വരയ്ക്കുക, അതിൽ നിന്ന് പീരിയോഡ് ഫ്രീക്വൻസി ഡിറൈവ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളും സെക്കൻഡ് പെൻഡലത്തിനെ കുറിച്ചും അറിയാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? Anybody? Any doubt? What is simple harmonic motion? ഉത്തരം കിട്ടിയോ നോക്കുക. How can you represent the displacement at any time t? ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഉത്തരം കിട്ടിയോ നോക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ നോക്കുക. ദെൻ സിമ്പിൾ പെൻഡുലം ഡ്രോയിങ്, ചിത്രം കൃത്യമായിട്ട് കൺകറന്റ് ഫോഴ്സസ് വരയ്ക്കാൻ സാധിക്കണം. എം ജി കോസ് തീറ്റ, എം ജി സൈൻ തീറ്റ, ടെൻഷൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ള കാര്യം അറിയണം. എന്നിട്ട് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്, എങ്ങനെയാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആയത്, കണ്ടീഷൻ ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്സ് പ്രത്യേകം ഓർമ്മിക്കുക. അല്ലാണ്ട് വലിച്ച് പൊന്തിച്ചു വിട്ടാൽ സിമ്പിൾ ഹാർമോണിക് ഒന്നുമല്ല. ഓക്കെ, ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് കരുതുന്നു. നാളത്തെ ക്ലാസ് വേവ്സ് ആണ്. ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കയറുകയാണ്. അതിലും ഇതേപോലെ ഒരു 4 മാർക്കിന്റെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 4-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. കാരണം വലിയ എസ്സേകളൊക്കെ പോയി. എന്താണെങ്കിലും നമ്മൾ പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരും. ക്ലാസ് മിസ് ആക്കരുത്. ഓക്കെ, താങ്ക് യു, ബൈ. Thank you, sir. Thank you, sir.